ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലെല്ലാം അത്യാവശ്യം നന്നായിട്ട് വൈറലായ ഒരു ഫേസ് പാക്കാണ് ഇത്. നമുക്ക് പാർവതി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അവരെ ഫേസ് പാക്കാണ് ഇത്. സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവരെ വീഡിയോ കണ്ടവർക്കെല്ലാം ചിലപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയായിരിക്കും. നമ്മളെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനും അതേപോലെ തന്നെ മുഖത്തിൻ്റെ നല്ലൊരു നിറവും തിളക്കവും കൊണ്ടുവരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള വീഡിയോ കണ്ടിട്ട് ആരും പേടിക്കണ്ട. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഇട്ടത് മാത്രമാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നിങ്ങൾക്ക് നാടൻ കോഫി, നെസ്കോഫി, ബ്രൂ ഏത് കോഫി വേണമെങ്കിലും എടുക്കുക. കാരണം കോഫീൻ്റെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ഞാൻ ഇട്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഫേസ് പാക്കുകളിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടേൻ്റെ വെള്ള മാത്രമാണ്, മഞ്ഞ വേണ്ട. മുട്ടേൻ്റെ വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു തോടിൽ ചെറിയൊരു ഇത് വെച്ചിട്ട് ഒഴിച്ചാൽ നമുക്ക് വെള്ളം മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ മുട്ടേൻ്റെ ഒരു സ്മെല്ലെല്ലാം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിതിൽ കോഫി പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ കോഫീൻ്റെ മണമാണ് ഉണ്ടാകുക കേട്ടോ. ഈ മുട്ടേൻ്റെ മണമൊന്നും ഒട്ടും ഉണ്ടാവില്ല. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കട്ട കട്ടി കിടക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഫിയും അതേപോലെ തന്നെ മഞ്ഞളും ഈ മുട്ടയിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കിട്ടണം. കോഫി തരിതരിപ്പുള്ള കോഫി പൗഡർ ആണെങ്കിൽ അത് ഒന്ന് നല്ലോണം ആ തരിതരിപ്പ് നന്നായിട്ട് പൊടിയായിട്ട് മാറ്റണം. അപ്പോൾ ഈ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബീറ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പത വരില്ലേ, ചെറിയൊരു പത വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഇനി മുട്ട മണക്കുമോ എന്നുള്ള പേടിയിലുള്ളവർക്ക് ഒട്ടും മുട്ട മണക്കാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ ഇതിൻ്റെ മേലെ, അതായത് ഈ ഇട്ട പാക്കിൻ്റെ മേലേറ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ആ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, വീണ്ടും മേലെ ഇട്ട് കൊടുത്ത് പിന്നെ മൊത്തത്തിലൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ട് നമുക്ക് പീൽ ഓഫ് മാസ്ക് പോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി കിട്ടിയിട്ട് മുഖം നല്ല തിളക്കം വരും. ഇനി നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറൊന്നും ഒട്ടിക്കണ്ട, മുഖത്ത് അത്യാവശ്യം ഒരു നല്ല നിറവും തിളക്കവും മതി എന്ന് മാത്രമാണെങ്കിൽ, അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാനിപ്പം ചെയ്തതുപോലെ മുഖത്തേക്ക് നന്നായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കഴുകിയെടുത്ത് തുടച്ചാൽ ആ ഒറ്റ യൂസ് തന്നെ മുഖത്ത് വന്ന ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ഡിഫറൻസ് എൻ്റെ രണ്ട് കൈയും തമ്മിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ക്യാമറയിലുള്ളതിനേക്കാളും വിസിബിളായിട്ട് നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറാനുള്ളവരാണെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ മുഖത്തേക്ക് ഒട്ടിച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ ആ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് പീൽ ഓഫ് മാസ്ക് പോലെ ടിഷ്യൂ വലിച്ചെടുത്താൽ മതി. എല്ലാന്നാണെങ്കിൽ ഇതുപോലെ മാത്രം ചെയ്യാനാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയില്ലെങ്കിലും മുഖത്ത് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.